Hi guys, it's Rinda here. This is my first on voice on video. എന്താ ഇവിടെ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മോളിവുഡ് ടൈംസ് മൂവി കണ്ട്. സൂപ്പർ മൂവി. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. എന്താ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടമായി, നന്നായിട്ട് വർക്കായി. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ബയോപിക് ഓർ നോട്ട്, ബട്ട് സിനിമ ഇസ് വർത്ത് വാച്ചിങ്. I don't know why I missed this movie in theaters. I'm kind of regretting it right now. ഞാനിവിടെ എന്തുകൊണ്ട് ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല എന്ന് എനിക്ക് എങ്ങനെയോ മിസ്സായി. ഞാൻ ഇന്നലെ ഹോട്ട്സ്റ്റാറിൽ OTTയിൽ ഇറങ്ങിയപ്പോഴാണ് ഇരുന്ന് കാണുന്നത്. സൂപ്പർ മൂവി. ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഓക്കെ, നല്ല മൂവിയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഡയറക്ടറിനെ ഒന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേക്കാന്ന് ഓർത്തിട്ട് ഞാൻ പോയി അഭിനവ് സുന്ദർ നായകിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ പോയി തപ്പി കണ്ടുപിടിച്ചെടുത്ത് പുള്ളിനെ ഞാൻ ഫോളോ ചെയ്ത് പുള്ളിക്ക് ഞാനൊരു റിവ്യൂ മെസ്സേജ് അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ സിനിമ കൊള്ളാം, നല്ലതായിരുന്നു, എനിക്ക് ഇന്ന സീനാണ് കുറച്ചുകൂടി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു മെസ്സേജ് എഴുതിയിട്ട്, എനിക്കറിയില്ല പുള്ളി കാണുമില്ലോ എന്നൊന്നും, പക്ഷെ ഞാൻ ചുമ്മാ അങ്ങ് ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഞാനും ചുമ്മാ രസത്തിന് പുള്ളി ഇടുമോ എന്നൊന്നും അറിയത്തില്ല, ഞാൻ ഓർത്തിട്ട് ഞാനും ചുമ്മാ എൻ്റെ സ്റ്റോറിയിൽ അഭിനവ് സുന്ദർ നായകിൻ്റെ സിനിമ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ കാര്യമൊന്നും എടുത്തില്ല, ജസ്റ്റ് ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇട്ട് പുള്ളിനെ മെൻഷനാക്കി. പുള്ളി ആ സ്റ്റോറി എടുത്ത് പുള്ളിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലിട്ട്. എനിക്ക് അറിഞ്ഞൂടാ വേറെ ഡയറക്ടേഴ്സോ ആക്ടേഴ്സോ ഒക്കെ ഇങ്ങനെ ചെയ്യുമോയെന്ന്, ബട്ട് ലിറ്ററലി അഭിനവ് സുന്ദർ നായക് ഡിഡ് ഇറ്റ്. ഞാൻ എന്ത് പറയണേ, ഹാപ്പി ആണോ എക്സൈറ്റഡ് ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് അവൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതും അവരങ്ങനെ സ്റ്റോറി ഇടുന്നതും എല്ലാം. സോ ഐ ആം ഹാപ്പി ഓൺ ദാറ്റ്. സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ കുറേ സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇതിനൊരു ക്ലോഷർ ഇല്ലല്ലോ, ഈ സിനിമ എന്തായിരിക്കും, ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും, ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇതിന് മുന്നേ എന്ത് സംഭവിച്ചു, അവർ എന്തുകൊണ്ടായിരിക്കും ഈ കഥയിൽ ഇങ്ങനെ ചെയ്തത്, ഇത് കഴിഞ്ഞിട്ട് അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എനിക്ക് ഈ മോളിവുഡ് ടൈംസിൽ ഉണ്ടായിരുന്നൊരു ഡൗട്ടാണ്. ആ എൻകാർഡൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡൗട്ടാണ് നമ്മുടെ പീറ്റർ ചേട്ടന് എന്ത് പറ്റിയെന്ന്. പക്ഷേ ആ എൻകാർഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കറക്റ്റ് അതിന് ഒരു ക്ലോഷർ വെച്ചിട്ട് പുള്ളി പറയുന്ന പോലെ സിനിമ ഈസ് ജസ്റ്റ് ആൻ എൻ്റർടൈൻമെൻറ്റ്. തീർന്നു, സിനിമ അവിടെ കംപ്ലീറ്റ്ലി തീർന്നു. ഇത് ഓവർ തിങ്ക് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനും പ്രോപ്പർ ക്ലോഷേഴ്സ് കൊടുത്തിട്ട് സിനിമ അവിടെ നിർത്തി. സൂപ്പർ മൂവി. ഇറ്റ്സ് വർത്ത് വാച്ചിങ്. ഐ ഹോപ്പ് യു ഗൈസ് may have watched it already. If not, it's available in Hotstar. You guys can go and watch it. Bye guys.